നിങ്ങളെ ഉറക്കുന്ന സ്വപ്നമല്ല, നിങ്ങളെ ഉറക്കാൻ സാധിപ്പിക്കാത്ത സ്വപ്നങ്ങൾ കാണുക എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത്. വളരെ റെസ്പെക്റ്റോടെ ഞാൻ എന്നും പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ഒരു സ്വപ്നത്തിൻ്റെ പുറകെ നമ്മളൊരു സ്വപ്നം ഉറപ്പിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമ്മളുടെ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പാട്ടാക്കിയ ഒരു കാര്യം, ഞാൻ കണ്ടൊരു കാര്യമാണ്. അതുപോലെ ഓരോ കുട്ടികളുടെ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഡിസിപ്ലിനേക്കാളും കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്ന ലവ് ആൻഡ് പീസ് എന്നൊരു വേർഡ്സാണ്. തൈക്കോണ്ടോയിൽ ഞാൻ നേടുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ അവരുടെ ആ സന്തോഷം കാണുമ്പോഴുള്ള സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു അത്ലറ്റ് എന്ന നിലയിൽ തൈക്കോണ്ടോയിൽ നിന്ന് ഞാൻ ഒരു ജോലി മാത്രമല്ല, എൻ്റെ മാക്സിമം സന്തോഷം ദുഃഖം എല്ലാം തൈക്കോണ്ടോയിൽ നിന്നാണ് പഠിച്ചത്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് തന്ന ആ ഡ്യൂട്ടിയാണ് എനിക്ക് പ്രധാനം. ഏതൊരു പ്ലെയർ ആണെങ്കിലും ഏത് പ്ലെയറിനും ഞാൻ നേരിടുമെന്ന ആ ഒരു ഇതിലായിരുന്നു. അതിനുവേണ്ടി IOA, മിനിസ്ട്രി, ഫെഡറേഷൻ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീമിന് കളിക്കാൻ സാധിച്ചത്. അവർ കൂടുതൽ അറിവുകൾ നേടി, ചാമ്പ്യൻഷിപ്പുകൾ എക്സ്പീരിയൻസ് നേടി. പക്ഷേ എനിക്കുള്ള എൻ്റെ ടൈറ്റിലിനെ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തുക, ആ ഒരു ഇമോഷണൽ ഫീലിംഗ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് നേടിത്തന്ന ഒരു ചാമ്പ്യൻഷിപ്പ് അതായിരുന്നു. ഒരു ജൂനിയർ പ്ലെയർ എന്ന നിലയിൽ അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. കാരണം എനിക്കിവിടെ ഒരു പ്ലെയറെ ജഡ്ജ് ചെയ്യുകയല്ല, മറിച്ച് എനിക്ക് എൻ്റെ പെർഫോമൻസിൽ ബിലീവ് ചെയ്ത് ഞാൻ എന്നിൽ തന്നെ ബിലീവ് ചെയ്യുക എന്നൊരു ഡ്യൂട്ടി ഞാൻ അവിടെ ചെയ്തിരുന്നു. ഏറ്റവും മികച്ച എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ചൊരു ദിനമായിട്ട് ഞാൻ ഇന്നും കണക്കൂട്ടിയ ആ ഒരു കംബാക്ക് മാച്ചായിരുന്നു. തീർച്ചയായും അത്ലറ്റ്സിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് പാർട്ട് വരുന്ന ഒരു ഇഞ്ചുറി പീരീഡിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പീരീഡാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു തരത്തിൽ 2016 വരെ എൻ്റെ പെർഫോമൻസിൽ നല്ലൊരു ഹൈ പെർഫോമൻസ് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ടെൻഡൻ അല്ലെങ്കിൽ ആങ്കിളിലെ ടെൻഡന് ഇഞ്ചുറി വരികയും അത് പിന്നീട് തുടർച്ചയായി, കാരണം ഞാൻ നാഷണൽ ക്യാമ്പിലായിരുന്നു, അങ്ങനെ തുടർച്ചയായി റിപ്പീറ്റ് ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് അണ്ടറിൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ അവിടെ റെസ്റ്റ് കുറവുകളും കാരണം ആ ഇഞ്ചുറി കൂടുതൽ ഡീപ്പായി പോവുകയും പിന്നീട് 2018 ഏഷ്യൻ ഗെയിംസ് അടക്കമുള്ള പല ഈവൻറ്റുകളും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കോച്ചസ്. അതുകൂടാതെ ഡോക്ടർ അജീഷ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, തൊടുപുഴയിലുള്ളതാണ്, സ്പോർട്സ് മെഡിസിനാണ് സാറിൻ്റെ അടുത്താണ് ഞാൻ അതുകൂടാതെ ഞാൻ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിലും വന്നിരുന്നു ഇവിടുത്തെ. അപ്പം ഇവിടെയൊക്കെ ഞാൻ സംസാരിക്കുകയും അപ്പോൾ ഒരു ചാൻസ് ഇല്ല എന്നും സർജറിയിലേക്ക് അവരെന്നെ ഒപ്പീൻ ചെയ്ത് വിടുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ അജീഷ് ഡോക്ടറെ പരിചയപ്പെടുകയും ഡോക്ടർ എനിക്ക് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാം, ഇതിലൊരു സാറിൻ്റെതും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സാറും അതിൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തു. ഞങ്ങളൊരു 2 മാസം കൊണ്ട് ഫുൾ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറുകയായിരുന്നു. അതിനാണ് എനിക്ക് ഏഷ്യൻ ഗെയിംസ് വരെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്, ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നത്. അതുവരെയുള്ള എല്ലാ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പുകളും ഞാൻ ഡ്രോപ്പ് ചെയ്യുകയും നാഷണൽ ചാമ്പ്യൻഷിപ്പുകളും ഡ്രോപ്പ് ചെയ്തു. ഒരു കംബാക്ക് കൊടുക്കുമ്പോൾ ഒരു നല്ല കംബാക്ക് ആണെന്ന് ഉറപ്പിച്ച് വെയിറ്റ് ചെയ്തു. കൂടാതെ അതിനുവേണ്ടി മാത്രമായിട്ട് റീഹാബുകൾ ചെയ്ത് തൈക്കോണ്ടോയിൽ കിക്സ് പോലും ചെയ്യാതെ ഞാൻ കുറച്ച്, സത്യം പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു പീരീഡായിരുന്നു. കാരണം നമ്മുടെ ടീംമേറ്റ്സ് എല്ലാം ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു പീരീഡിൽ കളിക്കാനോ അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യാനോ സാധിക്കാത്തൊരു വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് ഡോക്ടറാണെങ്കിലും ഞങ്ങളുടെ കോച്ചസ് ആണെങ്കിലും അസോസിയേഷൻ കുറിച്ച് എല്ലാം, ഇന്ത്യൻ ടീമാണെങ്കിലും നാഷണൽ ക്യാമ്പിലെ കോച്ചസ് ആണെങ്കിലും എല്ലാവരും എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുകയും തിരിച്ച് ഒരു നല്ല കംബാക്ക് കൊടുക്കണം എന്ന് പറയുകയും അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ 2019 നടന്ന 2018 നടന്ന ഞങ്ങളുടെ സീനിയർ നാഷണൽസിലേക്ക് തിരിച്ചു വന്ന് അതിൽ എല്ലാ കായിക താരങ്ങളും എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പങ്കെടുത്ത എല്ലാ കായിക താരങ്ങളെയും ഒരു സ്കോർ പോലും നേടാതെ ഞാൻ വൺ സൈഡിൽ ഡിഫെൻഡ് ചെയ്യാനും സാധിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാ സ്കോറുകളും ഒരു സ്കോർ പോലും അവർക്ക് കൊടുക്കാതെ ഞാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് മറിയുകയും ഏറ്റവും മികച്ച, എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ചൊരു ദിനമായിട്ട് ഞാൻ ഇന്നും കണക്കൂട്ടിയ ആ ഒരു കംബാക്ക് മാച്ചായിരുന്നു. അതിനുശേഷം വന്ന ട്രയൽസ്, അതിനുശേഷം സൗത്ത് ഏഷ്യനിലേക്ക് തിരിച്ചു വന്ന രണ്ടാമത്തെ സൗത്ത് ഏഷ്യൻ, അവിടെ ഗോൾഡ് അടിക്കുക. അതിനുശേഷമാണ് പിന്നീട് കോവിഡ് വരികയും ചെയ്തത്. അതിനിടയ്ക്ക് പിന്നെ കോവിഡിൻ്റെ ബ്രേക്ക്, പിന്നെയും റിപ്പീറ്റായിട്ട് സെയിം ഇഞ്ചുറി, അത് പക്ഷേ ആങ്കിളിൽ വേറൊരു ലിഗമെൻറ്റിലേക്ക് മാറുകയും ചെയ്തു.
അത് എനിക്കിപ്പം ഏഷ്യൻ ഗെയിംസിന് പോണതിന് ഒരു 3 മാസം മുമ്പായിരുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ക്യാമ്പിൽ വെച്ചായിരുന്നു ജെന്മിനിയുടെ മിസ്റ്റേക്കിൽ അത് ട്വിസ്റ്റ് ആവുകയാണ് ചെയ്തത്. സോ അതിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ എനിക്ക് നാഷണൽ ഗെയിംസിൻ്റെ സമയമായപ്പോൾ സർജറി അല്ലാതെ നാഷണൽ ഗെയിംസ് ഡ്രോപ്പ് ചെയ്യാൻ തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് 100% ആയിട്ട്. കാരണം അത് ഭയങ്കര റിസ്ക് ആയെന്ന് പറഞ്ഞൊരു മാച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നീട് തിരിച്ച് റീഹാബ് ചെയ്യുകയായിരുന്നു ഡൽഹിയിൽ വെച്ച്. അതുകൂടാതെ ഞാൻ തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് പിന്നെയും ഡോക്ടർ അജീഷിൻ്റെ അടുത്ത് വരാൻ സാധിച്ചു. ഡോക്ടർ അജീഷ് എന്നെ കൂടുതൽ ശ്രദ്ധിക്കുകയും പിന്നീട് ട്രീറ്റ്മെൻറ്റിലേക്ക് കൂടുതൽ അഡീഷണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു നല്ല പെർഫോമൻസ് നാഷണൽ ഗെയിംസിൽ എനിക്ക് കൊടുക്കാൻ സാധിച്ചു. എന്നെ വിശ്വസിച്ചത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അസോസിയേഷനും ഞങ്ങളുടെ പ്രത്യേകിച്ച് അജി സാറും രതി സാറും ഞങ്ങളുടെ കോച്ചസ് ആണെങ്കിലും എല്ലാവരും എന്നെ വിശ്വസിച്ചിരുന്നു. തീർച്ചയായിട്ടും മാർഗരറ്റിന് ഒരു ഗോൾഡ് മെഡൽ കേരളത്തിന് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി അവർ എന്നെ ഏറ്റവും കൂടുതൽ ഫിസിയോതെറാപ്പിയും റീഹാബും കാര്യങ്ങളിലേക്ക് നേരത്തെ തന്നെ വിട്ടിരുന്നു. ആ സമയത്ത് ഏഷ്യൻ ഗെയിംസ് ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ അവരെന്നെ പ്രിപ്പയർ ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നു. നാഷണൽ ഗെയിംസിന് ശേഷം ഞാൻ കളിച്ചൊരു ഇവൻ്റ് സൗത്ത് ഏഷ്യൻ ആയിരുന്നു. അവിടെ നല്ലൊരു മികച്ച പെർഫോമൻസ് കൊടുക്കാൻ സാധിച്ചു. അതുകൂടാതെ അവിടെയും ഗോൾ അടിക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് എനിക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ കിട്ടുകയും അവിടെയും എനിക്ക് മികച്ച പ്രകടനം കൊടുക്കാൻ സാധിക്കാതിരുന്നത് ഈ ഇഞ്ചുറി കാരണമായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ ഇഞ്ചുറീസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു കോവിഡ് വന്നു. അതിനിടെ കളിക്കാൻ പറ്റുന്നത് ഭയങ്കര കുറവായിരുന്നു. അതിനുശേഷം കോവിഡിന് ശേഷം പിന്നെയും കോർട്ടിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. കാരണം എല്ലാ അത്ലറ്റ്സും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇൻ്റർനാഷണൽസ് കളിക്കുകയാണ്. എല്ലാവരും എൻ്റെ പേരിലാണെങ്കിലും നല്ല അപ്ഡേറ്റഡ് ആയ പ്ലേയേഴ്സുകൾ വരികയും ആ അപ്ഡേഷനെ നമ്മൾ ഉൾക്കൊള്ളുകയും അവർ കൂടുതൽ ട്രെയിനിങ് ചെയ്ത് ആ ഒരു പേഷ്യൻസിനെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മുന്നിൽ കണ്ടിരുന്നു. കാരണം ഒരു കൊല്ലം ഞാൻ മുഴുവനായിട്ട് പേഷ്യൻസിന് വേണ്ടി എൻ്റെ പേഷ്യൻസോടെ ഞാൻ അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്ത് പിന്നീട് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പിന്നീട് വരികയാണ് ചെയ്തത്. അതിൽ പിന്നീട് എനിക്ക് ഇഞ്ചുറി ഉണ്ടായാലും ഏഷ്യൻ ഗെയിംസിൽ ഇപ്പോൾ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും മികച്ചൊരു പ്രകടനം എനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു ചൈനീസ് ടൈപ്പയുടെ കൂടെ. എന്നെ സംബന്ധിച്ചോളം ഇത്രമാത്രം അഗ്രസീവായിട്ട് ഞാൻ കളിച്ചതോ അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഇത്ര കൊല്ലത്തിനിടയിൽ ഞാൻ കൊടുത്ത ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇന്ത്യക്ക് വേണ്ടി അതായിരുന്നു. തീർച്ചയായും എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഗെയിം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഗെയിം എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. ഷിലോങ്ങിൽ വെച്ച് നടന്നതാണ്. എൻ്റെ വെയ്റ്റിൽ മാക്സിമം നല്ല പ്ലേയേഴ്സ് ആയിരുന്നു. എല്ലാവരും തന്നെ നല്ല സ്ട്രോങ്ങസ്റ്റ് പ്ലേയേഴ്സ് ആയിരുന്നു. അതിലൊരു പ്ലെയർ നേപ്പാളിലെയാണ്. ബട്ട് അദ്ദേഹം ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ ഏഷ്യൻ ഗെയിംസിൽ തന്നെ മെഡലുള്ള അല്ലെങ്കിൽ ബ്രോൺസ് ഉള്ള നേപ്പാളിലൊരു ബെസ്റ്റായിട്ടുള്ളൊരു പ്ലെയർ ആയിരുന്നു എൻ്റെ കൂടെ വന്നത്. ആ സമയത്ത് ഞങ്ങളുടെ സീനിയർ ആയിരുന്ന ആ പ്ലെയർ ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ സൗത്ത് ഏഷ്യനിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. സോ ഒരു ജൂനിയർ പ്ലെയർ എന്ന നിലയിൽ അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. കാരണം എനിക്കിവിടെ ഒരു പ്ലെയറെ ജഡ്ജ് ചെയ്യുകയല്ല, മറിച്ച് എനിക്ക് എൻ്റെ പെർഫോമൻസിൽ ബിലീവ് ചെയ്ത് ഞാൻ എന്നിൽ തന്നെ ബിലീവ് ചെയ്യുക എന്നൊരു ഡ്യൂട്ടി ഞാൻ അവിടെ ചെയ്തിരുന്നു. ആ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ അന്ന് ഗ്രൗണ്ട് സപ്പോർട്ട് ഇന്ത്യക്ക് വേണ്ടി വളരെ കൂടുതലായിരുന്നു. പക്ഷേ ആദ്യത്തെ 3 റൗണ്ടുകൾ 2 മിനിറ്റിൻ്റെ 3 റൗണ്ടുകളിൽ ആദ്യത്തെ റൗണ്ടിൽ ആ പ്ലെയറിന് സ്കോർ ലീഡാവുകയും രണ്ടാമത്തെ റൗണ്ട് ഞാൻ അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുകയും മൂന്നാമത്തെ റൗണ്ട് പിന്നെയും ഞങ്ങൾ രണ്ടും സമനിലയിലേക്ക് ഈക്വലായി വരികയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ പിന്നെയും ആ ഒരു മാച്ചിൽ ആർക്കാണോ സ്കോർ വരുന്ന ആ ഒരു പ്ലെയർ ജയിക്കുമെന്നായിരുന്നു. സോ അതൊരു ഭയങ്കര എന്താ പറയുക പ്രഷർ എടുത്തൊരു ടൈമാണ്. കാരണം നമ്മുടെ ഹോം പ്ലേസിൽ ഏറ്റവും അവസാനത്തെ മാച്ച് ഇതിനെല്ലാം കൂടി ഈ പ്ലെയറിന് എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻ്റർനാഷണൽ പ്ലെയറാണ് എല്ലാം കൊണ്ട്. ബട്ട് അതൊന്നും എൻ്റെ തലയിൽ വന്നില്ല എന്ന് പറയുന്നത് സത്യം. എന്നെ സംബന്ധിച്ചോളം എനിക്കറിയില്ല ആ സമയത്ത് ഞാൻ ആ പ്രഷറുകളെക്കാളും കൂടുതൽ മനസ്സിനെ ശാന്തപ്പെടുത്തി മൈൻഡ്ഫുള്ളായിട്ട് കളിക്കാൻ സാധിച്ചു. ആ ആദ്യത്തെ 34 സെക്കൻഡിൽ തന്നെ എനിക്ക് ആ പ്ലെയറിൽ ഫേസ് കിക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ പറയാലോ ഇന്ത്യയുടെ ആ ഒരു സപ്പോർട്ടും ഇന്ത്യയുടെ നാഷണൽ ആന്തം ആദ്യമായിട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തുക, ആ ഒരു ഇമോഷണൽ ഫീലിംഗ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് നേടിത്തന്ന ഒരു ചാമ്പ്യൻഷിപ്പ് അതായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മുന്നോട്ട് ഒത്തിരി ചാമ്പ്യൻഷിപ്പുകൾ നല്ലൊരു ഗ്രോയിങ് പ്ലെയറായിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. എനിക്ക് ആ സമയത്ത് ഇഞ്ചറി വന്ന് ഞാനൊരു കംബാക്ക് ചെയ്തൊരു സമയമാണ്. നാഷണൽസിൽ നല്ല പെർഫോമൻസ് കൊടുത്തെങ്കിലും ഇൻ്റർനാഷണലിൽ ഒരു 2 വർഷത്തിന് ശേഷമാണ് ഞാൻ വരുന്നത്. അതും ഏഷ്യൻ ഗെയിംസ് എല്ലാം കഴിഞ്ഞൊരു ഇയർ 2019. എന്നെ സംബന്ധിച്ചോളം എക്സ്പീരിയൻസിൽ എനിക്ക് തന്നെ ഡൗട്ട് തോന്നിയ ഒരു സമയമായിരുന്നു. കാരണം പ്ലേയേഴ്സുകൾ മുന്നോട്ട് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. എൻ്റെ ഗെയിമിനെ സംബന്ധിച്ചോളം അവർ കൂടുതൽ അറിവുകൾ നേടി, ചാമ്പ്യൻഷിപ്പുകൾ എക്സ്പീരിയൻസ് നേടി.
ബട്ട് എനിക്കുള്ള എൻ്റെ ടൈറ്റിലിനെ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അതുകൂടാതെ ആ സമയത്ത് ഞങ്ങളുടെ കോച്ചായിരുന്നത് ബാല മാഡം തന്നെയായിരുന്നു, നാഷണൽ ടീമിൻ്റെ തന്നെ കോച്ച് മാം ആയിരുന്നു. സോ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഒരു സപ്പോർട്ട്, എൻ്റെ പേഴ്സണൽ കോച്ച് തന്നെയാണ് എൻ്റെ ടീമിൻ്റെ കോച്ചായിട്ട് വന്നത്. അതൊരു വലിയ പാട്ടായിരുന്നു എനിക്ക്. അതുകൂടാതെ വളരെ സന്തോഷത്തോടെ ആ ഒരു ചലഞ്ചിനെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഒരു ചാമ്പ്യനായിരിക്കെ തീർച്ചയായും അടുത്തൊരു മെഡൽ അടിക്കേണ്ടത് അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കണ്ടു. പക്ഷേ അതിന് പ്രഷറാകാതെ കാമായി ഒരു ഹാപ്പിയിൽ ഞാൻ അതിനെ കളിക്കാൻ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ആ മാച്ചുകൾ ഞാൻ എടുത്തത്, ഒരു പ്രഷറും ഇല്ലാതെ. സോ വെരി ഹാപ്പി എനിക്ക് ആ ഒരു ടൈറ്റിൽ കണ്ടിന്യൂ ചെയ്ത് വെക്കാൻ സാധിച്ചത്. ബാക്കുവിൽ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി നടന്ന നാഷണൽ ക്യാമ്പിലാണ്, തമിഴ്നാട്ടിൽ വെച്ച് നടന്ന നാഷണൽ ക്യാമ്പിൽ ഞങ്ങൾക്ക് കോച്ചായിട്ട് വന്നത് ഇറാനിൽ നിന്ന് വന്ന ഹസൻ മാസ്റ്ററാണ്. മാസ്റ്ററെ സംബന്ധിച്ചോളം മാലിക്കി മാസ്റ്റർ എന്നാണ് പേര്. മാലിക്കി മാസ്റ്ററെ സംബന്ധിച്ചോളം ട്രെയിനിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്, കൂടുതൽ സ്ട്രിക്റ്റ് ആണ്. സോ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് എത്രമാത്രം അച്ചീവ് ചെയ്യുക, അതാണ് ഞങ്ങൾ ഏറ്റവും വലിയൊരു പോയിൻ്റായിട്ട് ഞങ്ങൾ കണ്ടത്. കാരണം ആ ഒരു പീരീഡിൽ ഞങ്ങൾ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് വേൾഡ് ലെവലിൽ തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ പറഞ്ഞതുപോലെ ട്രെയിനിങ്ങിനിടയ്ക്ക് ജമ്പിനിടയ്ക്ക് എനിക്കൊരു മിസ്റ്റേക്ക് വരികയും സെല്ലിങ് ആവുകയും പിന്നീട് ട്രെയിനിങ്ങിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയും വന്നു. കാരണം ഞങ്ങൾക്ക് തുടർച്ചയായ സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇഞ്ചുറീസിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് കളി മാനേജ് ചെയ്യേണ്ട വരുന്നുണ്ടായിരുന്നു. എല്ലാ ട്രയൽ പ്രോഗ്രാം ആ പ്രോസസ്സ് നടക്കുന്നതിനിടയിൽ ഒരു റെസ്റ്റ് പീരീഡ് ഞങ്ങൾക്ക് കുറവായിരുന്നു. അതുകൊണ്ട് ട്രെയിനിങ്ങിലായിരുന്നു കൂടുതലായതുകൊണ്ട് എനിക്ക് ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ പ്രിപ്പറേഷനിൽ എനിക്ക് ഇഞ്ചുറി കൂടാനാണ് സാധിച്ചത്. സത്യം പറഞ്ഞാൽ കളിക്കാൻ ആ ഒരു പെർഫോമൻസ് ഞാൻ ട്രൈ ചെയ്തെങ്കിലും എൻ്റെ ഇഞ്ചുറി കാരണം ആ ഒരു ബാക്കുവിലെ പെർഫോമൻസ് അല്ലെങ്കിൽ മാച്ച് എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിൽ ഞാൻ ആ ഗെയിം അനലൈസ് ചെയ്തു. പിന്നീട് അതിൻ്റെ മിസ്റ്റേക്കുകളാണ് ഞാൻ പിന്നീട് തിരിച്ചു വന്ന് ഏഷ്യൻ ഗെയിംസിൽ എനിക്ക് തന്ന അവസരത്തെ ഞാൻ യൂസ് ചെയ്തത്. ജൂനിയർ ആയിരിക്കും എനിക്ക് ഏഷ്യൻ ഗെയിംസ് 2014 ഇന്ത്യൻ ഏഷ്യൻ ഗെയിംസ് പങ്കെടുക്കാൻ സാധിച്ചു. അവിടെ ക്വാർട്ടർ ഫൈനലിലാണ് ഞാൻ ചൈനയുടെ കൂടെ പരാജയപ്പെട്ടത്. അതൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു സീനിയർ പ്ലെയറിൻ്റെ കൂടെ കളിക്കാൻ സാധിച്ചു. ഒളിമ്പിക്സിൽ തന്നെ ഗോൾഡ് മെഡലുള്ള ഒരു പ്ലെയറായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് പിന്നീട് എനിക്ക് 2018 നാഷണൽ ഗെയിംസ് പങ്കെടുക്കാൻ സാധിക്കാതായത്. പിന്നീട് തുടർച്ചയായ ട്രെയിനിങ്ങും ഇത്രയും കാത്തിരിപ്പും എല്ലാത്തിനും ശേഷവും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തന്നെ വളരെയധികം ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ളൊരു മാച്ചായിട്ട് ഞാൻ കണ്ടുവരികയാണ്. എൻ്റെ ഒരു ഡ്രീം ഗെയിമായിരുന്നു. അവിടെ ഞങ്ങൾക്കൊരു ടൈമിൽ ഞങ്ങൾ എത്തിച്ചേരാൻ സാധിച്ചില്ല. അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് ടീം പോയത്. അതുകൂടാതെ അവിടുത്തെ ടൈം ഡിഫറൻസ് ഇന്ത്യയും ചൈനയുമായിട്ട് 5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നെത്തിയത് വെയിറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ. ഞങ്ങൾക്ക് വെയിറ്റ് എടുക്കുന്നത് തലേദിവസമാണ്. അത് ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തിയത്. ഏറ്റവും അവസാനത്തെ ടീം ഞങ്ങളായിരുന്നു. അതുകൂടാതെ എൻട്രി വരെ ലാസ്റ്റാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പെർമിഷനോടെയാണ് ഞങ്ങളുടെ എൻട്രി വരെ നടന്നത്. അപ്പോൾ അതിനുവേണ്ടി IOA, മിനിസ്ട്രി, ഫെഡറേഷൻ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീമിന് കളിക്കാൻ സാധിച്ചത്. അതിൽ എന്നെ സംബന്ധിച്ചോളം ആ ഒരു ടൈമിൽ ഞാൻ എത്തുക എന്ന് പറയുന്നത് ഞങ്ങൾ തികച്ചും മെൻ്റലി പ്രിപ്പയർഡ് ആകാത്തൊരു ടൈമായിരുന്നു. കാരണം ഞങ്ങൾ ടീം പോണില്ല എന്ന് 3 മാസം മുമ്പേ ഞങ്ങളോട് പറയും. പിന്നീട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കോർട്ടിൽ സമീപിക്കുകയും കേസുകൾ നടത്തുകയും ഏറ്റവും അവസാനം വിത്തിൻ 1 ഡേ ഒരു ടൈം പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞൊരു ഓർഡർ വരികയായിരുന്നു പെട്ടെന്ന്. അതിനുശേഷം ഒരു മൈൻഡ് സെറ്റ് ഞങ്ങളെ കൊണ്ട് കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അപ്പുറം ഞങ്ങൾ എത്തുക, അതിനുശേഷം ഞങ്ങളുടെ ഫുഡിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ടൈമും അവരുടെ ടൈമും തമ്മിലുള്ള വ്യത്യാസം എല്ലാം ബോഡിയിൽ അഡോപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടി. എൻ്റെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത ടൈം എന്ന് പറയുമ്പോൾ അവിടുത്തെ 8:30 എന്ന് പറയുമ്പം ഇന്ത്യൻ ടൈം ഒരു 6:30 ആ ഒരു ടൈമായിരുന്നു. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് എനിക്ക് ആ ഒരു അഡാപ്റ്റേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ടൈമിൽ ഉറങ്ങുക, അല്ലെങ്കിൽ ഫുഡ് ആണെങ്കിലും കറക്റ്റ് സമയത്ത് കഴിക്കാതെ പോവുക, അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും എനിക്ക് തന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ഫീമെയിൽ അത്ലറ്റ് എന്ന നിലയിൽ എന്നെ വിടുവാനും സാധിച്ചതിലും
കൂടാതെ എൻ്റെ ആ ഒരു ബാക്കിലെ തൈക്കോണ്ടോയിലെ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി അവരെനിക്ക് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന എല്ലാ എക്സ്ക്യൂസുകളെയും മാറ്റിമറിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കെയർ ചെയ്യേണ്ട, എന്നെ സംബന്ധിച്ചോളം എനിക്ക് തന്ന ആ ഡ്യൂട്ടിയാണ് എനിക്ക് പ്രധാനം. ഏതൊരു പ്ലെയർ ആണെങ്കിലും ഏത് പ്ലെയറിനും ഞാൻ നേരിടുമെന്ന ആ ഒരു ഇതിലായിരുന്നു. നല്ലൊരു ഫൈറ്റ് ഫസ്റ്റ് റൗണ്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ആ പ്ലെയറിന് തന്നെ ആ ഒരു അറ്റാക്കിൽ നിന്നും ഞാൻ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്ത് ഡൊമിനേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. അത് വളരെ ഒരു ഇമോഷണൽ മാച്ചായിരുന്നു. കാരണം വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ എത്താൻ സാധിച്ചത് എനിക്ക്. എൻ്റെ ബെസ്റ്റ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരെണ്ണമല്ല, ഒത്തിരി. ഈ ഒരു 12 ഇയറിൽ ഞാൻ എൻ്റെ മാക്സിമം സന്തോഷം ദുഃഖം എല്ലാം തൈക്കോണ്ടോയിൽ നിന്നാണ് പഠിച്ചത്. എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ എൻ്റെ ഒരു 18ാമത്തെ വയസ്സിൽ എനിക്ക് ജോലിയുടെ ഓർഡർ വരുന്നത് അത് എന്നെ സംബന്ധിച്ചോളം നല്ലൊരു അല്ലെങ്കിൽ അഭിമാനമേറിയൊരു നിമിഷമായിരുന്നു. ഞാൻ എൻ്റെ ഏറ്റവും 20ാമത്തെ ഏജിൽ സൈൻ ചെയ്ത് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള സ്റ്റേറ്റിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഇതിനേക്കാളും കൂടുതൽ സന്തോഷം എൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്ത എൻ്റെ സീനിയേഴ്സും അതുപോലെ തന്നെ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേ ദിവസമാണ് സൈൻ ചെയ്തത്. ഒരു അത്ലറ്റ് എന്ന നിലയിൽ തൈക്കോണ്ടോയിൽ നിന്ന് ഞാൻ ഒരു ജോലി മാത്രമല്ല, ബട്ട് ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ കൂടെ എൻ്റെ ട്രെയിനിങ് ചെയ്ത എല്ലാവരും അവരെല്ലാവരും ഡിസേർവ് ചെയ്ത ആ ഒരു സീറ്റിലേക്ക് അവർ എത്താൻ സാധിച്ചപ്പം ആ ഒരു മൊമെൻറ്റ് എനിക്ക് എന്നും ഞങ്ങളുടെ മനസ്സിൽ നിന്നും ആയില്ല. എനിക്കൊരു ജോലി കിട്ടുന്നതിനല്ല, മറിച്ച് ഞങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു ലൈഫ് ചേഞ്ച് ചെയ്തൊരു മൊമെൻ്റ് എനിക്ക് തോന്നി. തൈക്കോണ്ടോയിൽ നിന്ന് അവരെ എല്ലാവരെയും സൈൻ ചെയ്ത് അവർ ആ സന്തോഷത്തോടെ ഞങ്ങളെല്ലാം നോക്കിയൊരു നിമിഷമുണ്ട്. അതിൽ പലരുടെയും ജീവിതം മാറിമറിച്ചു. കാരണം ഒരു ജോലി അവർക്ക് തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ചെറിയ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നോ ഈ സ്പോർട്സ് കൊണ്ട് അത് നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു മൊമെൻ്റ് അല്ല, ഇതുപോലത്തെ ഒത്തിരി മൊമെൻറ്റ്സുകൾ എന്നെ സംബന്ധിച്ചോളം തൈക്കോണ്ടോയിൽ ഞാൻ നേടുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ അവരുടെ ആ സന്തോഷം കാണുമ്പോഴുള്ള സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരാളോ അല്ലെങ്കിൽ കുറച്ച് പേരല്ല, ഒത്തിരി പേര് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ജേർണിയുടെ പാർട്ടായിട്ടുള്ളത്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എന്നെ ഒരു ബേസിക് ലെവൽ അല്ലെങ്കിൽ ഈ ഗെയിമിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഞങ്ങളുടെ തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയാണ്. അവരുടെ ഒരു ചെറിയ പ്രോഗ്രാം, ഒരു ഡെവലപ്പിംഗ് പ്രോഗ്രാം ആയിരുന്നു കുട്ടികൾക്കുള്ള. അതിൽ ഞാൻ വരികയും എൻ്റെ കൂടെ തന്നെ വന്ന ഒരു പ്ലെയറാണ് മനു ജോർജ് എന്ന് പറയുന്ന പ്ലെയർ. എൻ്റെ കൂടെ തന്നെ സൗത്ത് ഏഷ്യനിൽ സിൽവർ മെഡൽ നേടി. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള ഓരോരോ കുഞ്ഞു കുട്ടികൾ ഈ കേരളത്തിലെ ഏതൊക്കെയോ കോണറുകളിൽ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തത് ഈ അസോസിയേഷനിലെ അവരുടെ ആ ഒരു ചെറിയ പദ്ധതിയായിരുന്നു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നും അവരോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രസിഡൻ്റായിരിക്കുന്ന വാസുകി മാമാണ്. ഞങ്ങളുടെ ഫീമെയിൽ പ്രസിഡൻ്റാണ് ഞങ്ങൾക്കുള്ളത്. ഒരു വനിത ഏറ്റവും മുഖ്യ സ്ഥാനത്ത് സമൂഹത്തിൽ നിൽക്കുന്ന ഒരു മേഡമാണ്. അപ്പം മേഡത്തിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് മേഡം ഇരിക്കുമ്പോൾ തന്നെ നേടാൻ സാധിച്ച സന്തോഷം. അതുകൂടാതെ എബ്രാഹാം സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല സാറിനെ കൊണ്ട്. സാറ് എന്നെ ഫിനാൻഷ്യലി എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ എത്രമാത്രം മെൻ്റലി അല്ലെങ്കിൽ ഒരു മോളെ പോലെ എന്നും എന്നോട് ഏതൊരു ചാമ്പ്യൻഷിപ്പിൽ പോയാലും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനെന്നെ പ്രോത്സാഹിപ്പിച്ചത് ഒരു തരത്തിലല്ല. എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും തൈക്കോണ്ടോയുടെ തന്നെ ലീഡർ അല്ലെങ്കിൽ തൈക്കോണ്ടോ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എബ്രാഹാം സാറാണ്. അപ്പം എബ്രാഹാം സാർ എന്ന് പറയുന്ന വ്യക്തി എനിക്കെന്നും ഒരു വലിയ മോട്ടിവേഷനായിട്ട് എൻ്റെ മനസ്സിൽ എന്നും ഞാൻ സ്റ്റാർട്ട് തൊട്ട് കണ്ട ആ ഒരു മോട്ടിവേഷൻ എടുക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഹീറോ എന്ന് ഞാൻ കാണുന്നൊരു സാറാണ്. സാറിനെ ഒത്തിരി മാത്രം അല്ലെങ്കിൽ ഞാൻ സ്പെയിനിൽ പോകാൻ എന്നെ ഫണ്ട് തന്ന് സഹായിച്ചതും അല്ലെങ്കിൽ എന്നെ എല്ലാ കാര്യങ്ങളും ഒരു മോളെ പോലെ കണ്ടത് സാറാണ്. അതുകൂടാതെ ഞങ്ങളുടെ തൈക്കോണ്ടോയുടെ തന്നെ എല്ലാമായത് മാസ്റ്റർ അജിയാണ്, അജി ബി എന്ന് പറയും. സാറാണ് ഇപ്പം നമ്മുടെ ഫെഡറേഷൻ്റെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സാറും ഞാൻ പറഞ്ഞ ആ കോട്ടയത്തെ ചാമ്പ്യൻഷിപ്പ് തൊട്ട് എൻ്റെ കൂടെ ഈ ഒരു കുട്ടിക്ക് ടാലൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ കുട്ടീനെ അന്ന് കണ്ടുതൊട്ട് ഇന്ന് വരെ സാർ എൻ്റെ എല്ലാ മാച്ചസിലും ഏതൊരു ഇൻ്റർനാഷണൽ എടുത്താലും സൗത്ത് ഏഷ്യനിലാണെങ്കിലും സാർ എൻ്റെ കൂടെ ആ കോർട്ടിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പം സാറും കൂടാതെ ഞങ്ങളുടെ സെക്രട്ടറി ആയിരിക്കുന്ന രതീസ് മാസ്റ്ററും അല്ലാതെ എൻ്റെ കോച്ചസ് ആയിരിക്കുന്ന ഷാജി സാറാണെങ്കിലും എൻ്റെ മാസ്റ്റർ അജി സാറായാലും ബാലു സാറായാലും മേഡം ആണെങ്കിലും ഇവരെക്കാളെല്ലാം കൂടുതൽ സത്യം പറഞ്ഞാൽ ഈ ഒരു തൈക്കോണ്ടോ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതലുള്ള മാസ്റ്റേഴ്സും അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻസും അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സും ആരെടുത്ത് നോക്കിയാലും എന്നെ ഒന്ന് കണ്ടാൽ അല്ലെ എന്നെ ഒന്ന് വിളിക്കും. ഏതൊരു ചാമ്പ്യൻഷിപ്പിൽ പോകുന്നതിന് മുമ്പ് അവരെല്ലാവരും ഒന്ന് വിളിക്കും. അത്രമാത്രം യൂണിറ്റി ഒരു ഭാഗമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ യൂണിറ്റിയും ഡിസിപ്ലിനും കൂടിയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളുടെ തൈക്കോണ്ടോ. അപ്പോൾ ഏതൊരു ഡിസ്ട്രിക്റ്റിലെ സെക്രട്ടറി ആയാലും പ്രസിഡൻ്റ് ആയാലും എന്നെ വിളിച്ച് അതൊക്കെ അന്വേഷിച്ച് അങ്ങനെ എല്ലാ മാസ്റ്റേഴ്സും അങ്ങനെ എല്ലാവരും ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ എൻ്റെ ഓഫീസിലെ എല്ലാവരും അങ്ങനെ എടുത്തെടുത്ത് പറയാൻ ഒത്തിരി പേരാണ്. എൻ്റെ കുടുംബം, എൻ്റെ ഫ്രണ്ട്സ്, ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും തന്നെ എനിക്ക് ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് എൻ്റെ ട്രെയിനിങ് സെൻറ്ററിലുള്ള കോച്ചസ് ആണെങ്കിലും ആരാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇന്നിപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ കേരളത്തിൽ ഞാൻ കോവിഡ് ആണെങ്കിൽ തന്നെ എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ എനിക്ക് അവിടെ അടുത്തുള്ള എറണാകുളത്ത് ഒരു സെൻറ്ററിലാണെങ്കിലും എനിക്ക് ട്രെയിനിങ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നാലും എനിക്ക് സായിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഏതൊരു ക്ലബിൽ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിൻ്റെ സ്പോർട്സ് കൗൺസിലിലും വന്ന് ട്രെയിനിങ് ചെയ്യാൻ ഒരു കുഴപ്പം അല്ലെങ്കിൽ എന്നോട് ആരും പറയില്ല ഇവിടെ ചെയ്യരുതെന്ന്. അത്രമാത്രം കാര്യമായിട്ട് എൻ്റെ ട്രെയിനിങ്ങിൽ ഒരു പ്രശ്നം പോലും അല്ലെങ്കിൽ ഒരു നഷ്ടം പോലും ഉണ്ടാക്കാതെ ഇവരെല്ലാം എന്നെ സഹായിക്കുന്നുണ്ട്. സോ എനിക്ക് ആരെയും പേരെടുത്ത് പറയണമെന്നല്ല, എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഒരു സ്പോർട്സ് കരിയറിൽ എല്ലാവരും എല്ലാവരെയും പഠിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ആകുക, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക, കൂടുതൽ ഗോൾസ് കാണുക, ഡ്രീംസ് കാണുക, ഡിറ്റർമിനേറ്റ് ആവുക, ആ ഒരു രീതിയിലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം തൈക്കോണ്ടോ എന്ന് പറയുന്ന ഈവൻറ്റ് ഞങ്ങളെ ഡിസിപ്ലിനേക്കാളും കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്ന ലവ് ആൻഡ് പീസ് എന്നൊരു വേർഡ്സാണ്. ഞാൻ ഉയരുക എന്നതിനേക്കാളും കൂടുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച അവരുടെ ആ ഒരു സ്നേഹം എനിക്ക് എൻ്റെ ലൈഫിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കുക, വരുന്ന തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് എന്നെ ഇവിടം വരെ എത്തിച്ച, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ സ്വപ്നത്തിൻ്റെ പുറകെ കൂടെ സഞ്ചരിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. അതുപോലെ ഓരോ കുട്ടികളുടെ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതിൽ ഏതൊക്കെയോ ബുക്കുകളിൽ ഞാൻ വായിച്ചതുപോലെ ഒരു സ്വപ്നത്തിൻ്റെ പുറകെ നമ്മളൊരു സ്വപ്നം ഉറപ്പിച്ചു വെച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നമ്മളുടെ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പാട്ടാക്കിയൊരു കാര്യം, ഞാൻ കണ്ടൊരു കാര്യമാണ്. സോ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഒരാളുടെ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന് സഹായിക്കുക എന്നതാണ്. അത് എത്രമാത്രം ഹാർഡാണെങ്കിലും കൂടെ നിൽക്കുക എന്നാണ്. സോ തൈക്കോണ്ടോ എന്ന ഈ ഗെയിം എന്നെ പഠിപ്പിച്ചത് ലവ് ആൻഡ് പീസ് ആൻഡ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. അങ്ങനെ റോഡ് മോഡൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ ജീവിതം അല്ലെ, എല്ലാവരും എനിക്ക് തരുന്ന ഓരോ സഹായങ്ങളും അങ്ങനെ എന്തുവാണെങ്കിലും, എൻ്റെ പേരൻസ് ആണെങ്കിലും ആരാണെങ്കിലും അവർ തരുന്ന ഓരോ അനുഭവങ്ങളും അതിൽ നിന്ന് പഠിക്കുക. എല്ലാവരും എനിക്കൊരു റോൾ മോഡലാണ് സത്യം പറഞ്ഞാൽ. എന്നെ പഠിപ്പിക്കുന്നത് അവരുടെ ഓരോരോ അനുഭവങ്ങളാണ്. സോ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സണെ സംബന്ധിച്ചോളം എത്ര ഡീപ്പായിട്ട് നേരിടാൻ പറ്റുന്ന സിറ്റുവേഷൻസിനും നേരിടാൻ സാധിച്ചതും അതെല്ലാം ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഞാൻ കണ്ടു വളർന്ന അല്ലെങ്കിൽ ഞാൻ അവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, അതാണ് എന്നെ മുന്നോട്ട് നയിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് ഓരോരോ ഒരു പാട്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അവരെ ഫോക്കസ് ചെയ്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ എല്ലാവരും തന്നെ കൂടുതലും ഫോളോ ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റോടെ ഞാൻ എന്നും പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങും അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോസും തന്നെ ഞാൻ കാണാറുണ്ട്. മാക്സിമം മാച്ചസും കാണാറുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു നാച്ചുറൽ പ്ലെയർ അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും ആ ഒരു ടൈമും കൊണ്ട് അദ്ദേഹം എടുത്തൊരു പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ ഒരു ചെറിയ നാട്ടിൽ നിന്ന്, പോർച്ചുഗീസിൽ നിന്നും വന്ന് ഇന്ന് ലോകം കീഴടക്കി, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ തന്നെ ആർക്കും അറിയില്ലാത്ത റൊണാൾഡോ എന്ന് പറയുന്ന പേര്. സോ അദ്ദേഹമാണ് എനിക്ക് ഒരു അത്ലറ്റ് എന്ന ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു അത്ലറ്റ് എന്ന് ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞാലും ക്രിസ്ത്യാനോ റൊണാൾഡോ.
തീർച്ചയായും എൻ്റെ റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും ബുക്സ് ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോസ്റ്ററിൽ ഒട്ടിക്കുകയും ചെയ്തത് ഞാൻ ഏറ്റവും കൂടുതൽ അബ്ദുൽ കലാം സാറിൻ്റെയാണ്. സാറിൻ്റെ ഓരോ വാക്കുകൾ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കുകളാണ് ഞാൻ ഏതൊരു ജനറേഷനും കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഉറക്കുന്ന സ്വപ്നമല്ല, നിങ്ങളെ ഉറക്കാൻ സാധിപ്പിക്കാത്ത സ്വപ്നങ്ങൾ കാണുക എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത്. സോ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഉറക്കുന്നതല്ല, ഞാൻ പല കാര്യങ്ങളിലും ഉറങ്ങാതിരുന്ന് സ്വപ്നം കണ്ടിട്ടുള്ള ഒരാളാണ്. സോ സ്വപ്നം കാണുക, ഞാൻ ഏതൊരു ജനറേഷനും കൊടുക്കുന്ന ഒരു സിമ്പിൾ മെസ്സേജാണ്, ഡ്രീം ബിഗ് ആൻഡ് ഡു ബിഗ് എന്നൊരൊറ്റ മെസ്സേജ് മാത്രമേ ഉള്ളൂ.